സ്ക്രീൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് വിസിബിൾ ആണോ എന്നൊന്ന് പറയണേ ആരെങ്കിലും. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് അതും കൂടെ ഒന്ന് പറയണേ. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. സ്ക്രീൻ വിസിബിൾ ആണോ? ഓക്കെ, ഷെയർ ഷെയർ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആ, ഞാൻ പറയുന്നത് റിപ്പീറ്റ് കേൾക്കുന്ന പോലുണ്ട്. ഓക്കെ, സോ ഹലോ സ്റ്റുഡൻസ്, വെരി ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്ന് എല്ലാവരും ബന്ധൊക്കെ ആയതുകൊണ്ട് വളരെ റിലാക്സ് ആയിട്ട് ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് വീട്ടിലിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജനറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. പുതിയൊരു, നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്കിപ്പം ട്രെൻഡിങ് ആയിട്ട് തുടങ്ങി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ജനറേറ്റ് ചെയ്യാൻ ഇപ്പം നമ്മുടെ ഈ ഒരു ബാച്ചിൽ, ഈ ഒരു ക്ലാസ്സിൽ ഇപ്പൊ ആകെ നമുക്ക് 1 അവറേ ഉള്ളൂ. ആ ഒരു 1 അവറിൽ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും പോർഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ ബേസിക്സ് അറിയാവുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ജനറേറ്റ് എന്താണെന്ന് അറിയാത്ത കുട്ടികളുണ്ടാവും. അപ്പം എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ ഒരു ഫ്രം ദ സ്ക്രാച്ച് എന്താണ് ജനറേറ്റ് ചെയ്യുന്നത് പറഞ്ഞു തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ള രീതിയിൽ വന്ന് ഞാൻ അത്രയും രീതിയിൽ, അതായത് ബേസിക് ടു അഡ്വാൻസ് ഒരു മീഡിയം ഒരു 1 അവറിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും പോർഷൻസ് നമുക്ക് ഇന്ന് നോക്കാം. അപ്പം ഈ ഒരു സെഷനിൽ ഇത്രയും സ്റ്റുഡൻസ് ഇവിടെ വന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. റിയലി ഹാപ്പി ടു സീ ദിസ്. പിന്നെന്താ, ഓക്കെ. അപ്പൊ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാം ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ജനറേറ്റ് എന്ന് പറയുന്നത്. ഞാനിങ്ങനെ ക്ലാസ് എടുക്കാൻ പോവാണെന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ ജനറേറ്റ് എ ആണ് ടോപ്പിക് എന്ന് പറഞ്ഞപ്പോൾ അവർ എന്നോട് ചോദിക്കുക അതിന്റെ ട്രെൻഡ് ഒക്കെ കഴിഞ്ഞില്ലേന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു, കാരണം ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്ന പ്ലേസിലാണെങ്കിൽ പോലും ജനറേറ്റ് ചെയ്യാൻ ഞങ്ങൾ പ്രൊജക്ട് എല്ലാവരും തന്നെ ചെയ്യുന്നത്. ആ ഒരു സെഷൻ, ആ ലാബിൽ ഇരിക്കുന്ന എല്ലാവരും ജനറേറ്റ് ചെയ്യലാണ് പ്രൊജക്ട് ചെയ്യുന്നത്. എന്നോട് ഇന്റർവ്യൂവിനാണെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ച് ജനറേറ്റ് ചെയ്യില്ലായിരുന്നു. അപ്പം ഇപ്പൊ ചില ആൾക്കാർ പറയാൻ തുടങ്ങി എന്റെ ട്രെൻഡ് മാറി. കാരണം പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഓരോ ദിവസവും ഓരോ ആഴ്ചയും ഓരോ മാസം കൂടുന്തോറും പുതിയ പുതിയ ടെക്നോളജീസും പുതിയ പുതിയ ട്രെൻഡ്സും വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഇപ്പൊ ഇനി ഏതാ ട്രെൻഡിങ്. കാരണം ഓരോ തവണയും മാറും. അപ്പൊ നമ്മൾ ഇതിനനുസരിച്ച് ഈ ഒരു ട്രെൻഡിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയില്ല എങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജോലി കിട്ടില്ല. നമ്മുടെ കാരണം ഏതൊരു ഫീൽഡിലാണെങ്കിലും ജനറേറ്റ് എല്ലാം വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ഡേറ്റ് ആയില്ലെങ്കിൽ നമ്മൾ ഏറ്റവും ബാക്കിലോട്ട് ആയിപ്പോകും. അപ്ഡേറ്റ് ആകുന്ന ആൾക്കാർ മുന്നിലോട്ട് കയറി വരികയും ചെയ്യും. സോ നമ്മൾ ജനറേറ്റ് എന്താണ്, ഓരോ ഇതുപോലെ പുതിയ പുതിയ ടെക്നോളജീസ് എന്താണെന്ന് ഏറ്റവും ബേസിക് ആയിട്ടെങ്കിലും അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ അത്രയൊക്കെയുള്ള ഇൻട്രൊഡക്ഷൻ. അപ്പൊ നമുക്കിനി എന്തായാലും സമയം വേസ്റ്റ് ആക്കുന്നില്ല. ഇപ്പൊ തന്നെ കുറച്ച് സമയമായി, ലേറ്റ് ആയിട്ടുണ്ട്. നമുക്കപ്പം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഞാൻ നിങ്ങളുടെ കോളേജിലെ പ്രൊഫസറോ ടീച്ചറോ ഒന്നുമല്ല, ഞാനും ഒരു സ്റ്റുഡന്റ് ആണ്. സോ നിങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്നതാണ് അഞ്ജു ദേവി. ഞാൻ കോട്ടയംകാരിയാണ്, നിങ്ങളുടെ അതേ നാട്ടുകാരിയാണ്. ഞാനിപ്പോ ഹൈദരാബാദ് ആണ്. ഹൈദരാബാദ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, DRDO കുറെ ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ ഹൈദരാബാദ് ബ്രാഞ്ചിലാണ് ഞാനിപ്പം ഇവിടെ റിസർച്ച് ഇന്റേൺ ആണ്. ദെൻ കമ്പനിയാണ്. ഡേറ്റ റിക്കവറി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഹാർഡ് ഡിസ്ക്, പെൻഡ്രൈവ് പോലുള്ള സാധനങ്ങളിൽ നിന്നൊക്കെ ഡേറ്റ പോയി കഴിഞ്ഞാൽ നമുക്കത് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഞങ്ങൾ റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇനി കൂടുതലൊന്നും പറയുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ചോദിച്ചാൽ മതി. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സോ നിങ്ങൾ റെഡി ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് 1 അവറേ ഉള്ളെങ്കിലും ബോർ അടിപ്പിക്കാതിരിക്കണം. നിങ്ങളും കൂടെ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യണം. ഞാൻ എന്തെങ്കിലും ചോദിക്കും, നിങ്ങൾ ജസ്റ്റ് ചാറ്റ് ബോക്സ് യൂസ് ചെയ്തോ, അവിടെ ഉണ്ടല്ലോ. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. എന്തെങ്കിലും കമന്റ്സ് ആയിട്ടോ എന്തെങ്കിലും പറയാവുന്നതാണ്. ഓക്കെ, ഞാനത് കാണുന്നുണ്ട് പാരലൽ ആയിട്ട്.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മോസ്റ്റ്ലി ചെയ്യുന്ന ഒരു കാര്യമാണ് ആ ഒരു ടെക്സ്റ്റ് നേരെ കോപ്പി ചെയ്യും, എന്നിട്ട് ചാറ്റ് ജി പി ടി കൊണ്ടിടും, എന്നിട്ട് ചാറ്റ് ജി പി ടിയോട് പറയും എക്സ്പ്ലെയിൻ ടു എ സ്റ്റുഡന്റ് എന്നോ ചൈൽഡോ ബേബി എന്നോ ഒക്കെ പറയും. അതായത് ഒരു കുഞ്ഞു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ ഇതെന്നെ ഒന്ന് പഠിപ്പിച്ചു തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വളരെ ക്യൂട്ട് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ട് ഈ സാധനം ഇത്രയും എം.ടെക് ലെവലുള്ള വലിയ വലിയ ടോപ്പിക്സുകൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരും. സോ നമുക്ക് എഡ്യൂക്കേഷനിൽ യൂസ് ചെയ്യാം, ടീച്ചേഴ്സിന് നോട്ട്സ് അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻസിന് നോട്ടില്ല എന്ന് പരാതിക്ക് വരാം, ചാറ്റ് ജി പി ടി യൂസ് ചെയ്തിട്ട് നോട്ട് ഉണ്ടാക്കാം, ഡിസൈനിങ്ങിന് യൂസ് ചെയ്യാം, ഹെൽത്ത് കെയർ എന്ത് കാര്യത്തിലും എന്റർടൈൻമെന്റ്സിനാണെങ്കിലും എല്ലാ കാര്യത്തിനും നമുക്ക് ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ഇതുപോലെ ജനറേറ്റീവ് മോഡൽസിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതുകൊണ്ടാണ് എല്ലാവരും ഇത് ഭയങ്കര ട്രെൻഡിങ് ആണ്, എല്ലാവരും ഇതിനെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. മൂവിങ് ഓൺ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഹാവ് യു എവർ വണ്ടേർഡ് ഇഫ് എ വിൽ ടേക്ക് യുവർ ജോബ്? നാളെ ഒരിക്കൽ നിങ്ങളുടെ ജോബ് എ തെറിപ്പിക്കും എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? യെസ് ഓർ നോ? കമോൺ, നിങ്ങൾ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? നാളെ ഒരു കാലത്തോ ഞാൻ വെറുതെ ബിടെക് ഇങ്ങനെ പഠിക്കുക, കുറെ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല, ഈ എ വന്നിട്ട് എന്റെ ജോലി എല്ലാ ഏരിയയിലും എ വരുന്നുണ്ട്, എനിക്ക് ഇനി ജോലിയൊന്നും കിട്ടില്ല, അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ചുമ്മാ ചാറ്റ് ബോക്സിൽ പറഞ്ഞോ യെസ് ഓർ നോ. യെസ്, എല്ലാവർക്കും എസ് ആണ് തോന്നിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഒരാളോട് ചുമ്മാ ചോദിച്ചു നോക്കാം എന്തുകൊണ്ടാണ്. ഫസ്റ്റ് വന്ന വിഷ്ണുവിനെ അങ്ങ് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് എ എന്റെ ജോലി തെറിപ്പിക്കും എന്ന് നിനക്ക് തോന്നിയത്? എന്റെ ജോലി തെറിപ്പിക്കും തോന്നിയില്ല, പക്ഷെ കുറെ പേരുടെ ജോലി പോകുന്ന തോന്നിയായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ശരി. അപ്പം ഇനി ഞാൻ പറഞ്ഞുതരാം. ഓക്കേടാ, ശരി, താങ്ക് യു. അപ്പോ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, അതായത് എ വോണ്ട് റീപ്ലേസ് യു. നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ മറ്റുള്ള ഒരാളുടെ ജോലി തെറിപ്പിക്കാൻ ചാൻസ് ഇല്ല. അതായത് നിങ്ങളെ റീപ്ലേസ് ചെയ്യണമെന്നും ചെയ്യത്തില്ല. പക്ഷേ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ബട്ട് എ പേഴ്സൺ യൂസിങ് എ മൈറ്റ്, അതായത് എ യൂസ് ചെയ്യാൻ അറിയാവുന്ന ആൾ അല്ലെങ്കിൽ എക്കകത്ത് നല്ല നോളജ് ഉള്ള, ഇത് എങ്ങനെ വർക്ക് ചെയ്യും, ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഏത് എ ടൂൾ ആണ് യൂസ് ചെയ്യേണ്ടത്, ഇത് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നറിയാവുന്ന ഒരാൾ ചിലപ്പോൾ നിങ്ങളുടെ ജോലി കളഞ്ഞേക്കാം. ഇതാണ് പോയിന്റ്, വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതായത് എനിക്കും കൺസേൺസ് ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിലും ഇപ്പൊ ഒരു കോഡിംഗ് ആണെങ്കിലും എന്ത് കാര്യത്തിലും വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ആദ്യം ഒരു ഡിസൈനർ ആയിട്ടാണ് എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. സോ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഗ്രാഫിക് ഡിസൈനേഴ്സിനൊക്കെ ഇനി ഒരു വിലയും കാണത്തില്ല, എല്ലാ കൊണ്ടുപോകും. പക്ഷെ അത് എന്റെ ഒരു ഭയങ്കര തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ എപ്പോഴാണോ യൂസ് ചെയ്യാൻ തുടങ്ങിയത്, എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കിയത്, അന്നേരമാണ് നമുക്ക് ആ ഒരു ജോബിൽ കുറച്ചും കൂടെ ബെറ്റർ ആവാൻ പറ്റിയത്. കാരണം ഒരു ടൂൾ യൂസ് നമ്മളൊരു ഒരു 10 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ജോലി നമുക്കൊരു 2-3 മണിക്കൂർ അല്ലെങ്കിൽ 3-4 മണിക്കൂറിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ടൂൾ നമുക്ക് അത്രയും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. സോ മനസ്സിലാക്കുക, നിങ്ങളുടെ ജോലി തെറിപ്പിക്കില്ല, പക്ഷേ പേഴ്സൺ യൂസിങ് മൈറ്റ്. മൂവിങ് ഓൺ. സോ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും ദ ഫ്യൂച്ചർ ഇസ് നോട്ട് എ വേഴ്സസ് ഹ്യൂമൻസ് ബട്ട് എ വിത്ത് ഹ്യൂമൻസ്. അതായത് മനുഷ്യരും തമ്മിലല്ല കോമ്പറ്റീഷൻ വരാൻ പോകുന്നത്. അതായത് മനുഷ്യര് ഒപ്പം കൂടെ യൂസ് ചെയ്യണം. നമ്മൾ എന്ത് ജോലിയാണെങ്കിലും നിങ്ങൾ ഏത് ഏരിയ എടുത്താലും അവിടെ എല്ലാം വരുന്നുണ്ട്. സോ വിത്ത് ഹ്യൂമൻസ് ആയിരിക്കും ഫ്യൂച്ചർ എന്ന് പറയാൻ പറ്റുക. സോ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള വർക്ക്ഷോപ്സും സെഷൻസും ഒക്കെ എടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ നെ കുറിച്ചുള്ള നോളജും, ഇപ്പൊ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു ഇങ്ങനെയുള്ള സെഷൻസ് നടത്തുന്ന പോലും നെ കുറിച്ചുള്ള നോളജ് ഉണ്ടായാൽ മാത്രമേ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ജോബിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, മൂവിങ് ഓൺ. ഇപ്പൊ ഏത് ജോലി എടുത്താലും, അതായത് ഇപ്പൊ റൈറ്റേഴ്സിനാണെങ്കിലും അവരുടെ കണ്ടന്റ് ഒന്ന് പാരാഫ്രൈസ് ചെയ്യാൻ വേണ്ടിയോ, അല്ലെങ്കിൽ ഡിസൈനേഴ്സിനാണെങ്കിലും അവരുടെ മൈൻഡ്സിലുള്ള ഐഡിയാസ്, പെട്ടെന്ന് മൈൻഡിലുള്ള ഐഡിയാസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. കോഡിങ്ങിനാണെങ്കിലും ഗിറ്റ്ഹബ് കോപ്പിലേറ്റ് പോലുള്ള പുതിയ ടൂൾസ് ഉണ്ട്. എറർ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഈ ടീച്ചേഴ്സിനാണെങ്കിലും സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ക്വിസസോ എക്സ്പ്ലനേഷൻസോ ഒക്കെ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇതെല്ലാം തന്നെ ഇതൊരു എക്സാമ്പിൾ പറയുന്നത് ഇഷ്ടം പോലെ മേഖലകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നെ കുറിച്ചുള്ള നോളജ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ നോക്കാം. ടൂൾസ് പറയുന്നതിന് മുന്നേ ഒരു ചെറിയ ഗെയിം ആയാലോ? കാരണം നമ്മൾ ഇത്രയും കോൺസെപ്റ്റ്സ് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു, അരമണിക്കൂർ തീർന്നിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ റെഡി ആണോ? റെഡി എന്നൊന്നിടാമോ? ആരും റെഡി ഇല്ല, എല്ലാവരും പഠിക്കാൻ വേണ്ടിയുള്ള മൂഡിലാണോ? ഓക്കെ, റെഡി. ഓക്കെ ഗൈസ്, റൂൾ എന്താന്ന് പറഞ്ഞാൽ ഞാനൊരു ക്വസ്റ്റ്യൻ ഇതിൽ കാണിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ കാണിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചാടി ആൻസർ ഇടുവോ ഒന്നും ചെയ്യരുത്. നമ്മുടെ ഗെയിമിന്റെ റൂൾ ഉണ്ട്. ഓക്കെ, ആൻസർ ചാടി പറയൊന്നും വേണ്ട, അല്ലെങ്കിൽ അൺമ്യൂട്ടി ഒന്നും പറയണ്ട.
1 എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഫസ്റ്റ് 1 എന്ന് ടൈപ്പ് ചെയ്യുന്ന ആൾക്ക് നമുക്ക് അവസരം കൊടുക്കാം. ഓക്കെ. ഇതാണ് നമ്മുടെ റൂൾ. അപ്പൊ ഞാൻ ഇതിൽ ഫസ്റ്റ് 1 എന്ന് കാണുന്ന ആളെ നമുക്ക് വിളിച്ചിട്ട് അവരോട് ആൻസർ ചോദിക്കാം. ഓക്കെ. അപ്പൊ ഇതാണ് റൂള്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Which tire doesn't move when a car turns right? തിങ്ക് എല്ലാവരും ആലോചിക്കും. ഏത് ടയറാണ് കാർ റൈറ്റിലേക്ക് ടേൺ ചെയ്യുമ്പോൾ മൂവ് ചെയ്യാത്തത്? എനിവൺ? ചുമ്മാ ഒരു ട്രൈ ചെയ്യാം. ആർക്കെങ്കിലും? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചുമ്മാ വളരെ ഒരു കടങ്കഥ പോലെ ഓർത്താൽ മതി. സിമ്പിൾ ആയിട്ട്. ഓക്കെ. റോൺ റോയ് പറ, എന്താണ് ആൻസർ? നോർമൽ കാർ ആണെങ്കിൽ ബാക്ക് വീൽസ്, ബാക്ക് ടയർ. അല്ലല്ലോ, തെറ്റിപ്പോയല്ലോ. റിഡിൽ കടങ്കഥയാണ്. കടങ്കഥ നിങ്ങൾ അങ്ങനെ ടെക്നിക്കൽ രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ റിയാലിറ്റി നോക്കിയൊന്നും എടുക്കണ്ട. ഓക്കെ. യദുകൃഷ്ണ പറ. നെക്സ്റ്റ് ചാൻസ് പോയി. യെസ് കറക്റ്റ്. നമുക്ക് ആൻസർ നോക്കാം. യെസ്, സ്പെയർ ടയർ കറക്റ്റ് ആണ്. ഓക്കെ. അപ്പൊ യദുകൃഷ്ണൻ ഒരു സ്മോൾ ക്ലാപ്പ്. ഓക്കെ. യെസ്. ഓക്കെ. ഇനി ചാൻസ് അടുത്ത കുറെ ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ഇപ്പൊ ചാൻസ് കിട്ടാത്തവർ അടുത്തിൽ പറഞ്ഞാൽ മതി. ഓക്കെ. നെക്സ്റ്റ് ഗസ്റ്റ് സോങ്. സിമ്പിൾ സോങ് ആണ്. ചുമ്മാ ആലോചിച്ച് നോക്ക്. ഒരു മലയാളം സോങ് ആണ്. വേറെ ക്ലൂ എന്താ പറയാ, മോഹൻലാൽ ആണ് ആക്ടർ. ഇത്രയും ക്ലൂസ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. എനിവൺ? ഫസ്റ്റ് ഒരു ഒറ്റ ക്ലൂ കൂടെ തരാം. ഫസ്റ്റ് ഇമേജ് എന്ന് പറയുന്നത് ടെമ്പിൾ ആണ്. ഇനി ആലോചിച്ച് നോക്ക്. മലയാളം സോങ് ആണ്. ഇച്ചിരി ഓൾഡ് സോങ് ആണ്, പക്ഷെ നല്ല സോങ് ആണ്. യെസ്, വിഷ്ണു പറ. അമ്പലപ്പുഴയിൽ. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് നോക്കാം. യെസ്, സോങ് ഞാൻ പ്ലേ ചെയ്യുന്നില്ല, നമുക്ക് അത്ര സമയമില്ല. ഓക്കെ, വിഷ്ണു കറക്റ്റ്. താങ്ക് യു. ഓക്കെ, അപ്പൊ ഇത്രയും മതി. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് റിഫ്രഷ് ആയല്ലോ. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, വിഷ്ണു കൺഗ്രാറ്റ്സ്. ക്ലാപ്പ് ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തതേ ഉള്ളൂ. നമുക്ക് ബ്രേക്ക് എടുക്കാനുള്ള ടൈമൊന്നുമില്ല. കുറച്ച് കാര്യങ്ങളൂടെ നോക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത നമ്മുടെ ഒരു സെഷന്റെ പേരാണ് പ്രോംപ്റ്റ് ഇറ്ററേറ്റ്. ഞാൻ ഇങ്ങനെ ഒരു പേര് ഇട്ടേക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു സെഷനെ കുറിച്ചാണ്. ഇപ്പൊ ജനറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നോക്കുമ്പോൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീൽഡാണ്. ഇതിന്റെ അകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പം എന്തുകൊണ്ടാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സിന് ഇപ്പൊ ഭയങ്കര വിലയുണ്ട്. നിങ്ങൾ ഇപ്പൊ ഒരു ഗൂഗിളിൽ നോക്കി പ്രോംപ്റ്റ് എഞ്ചിനീയറിന്റെ ഒരു സാലറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. പല കമ്പനീസും പല വലിയ MNCസും പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ തന്നെ ഒരു പൊസിഷൻ ഉണ്ട്. അത്യാവശ്യം നല്ല പാക്കേജ് ആണ്. ഭയങ്കര ഡിമാൻഡ് ഉള്ള ഒരു ജോബ്. പക്ഷെ ഓപ്പർച്യൂണിറ്റീസ് കുറച്ച് ഇത് കാണത്തുള്ളായിരിക്കും. ബട്ട് സ്റ്റിൽ ഇത് ഭയങ്കര പാക്കേജ് ഉള്ള ഒരു ജോബ് റോൾ ആണ് പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾ വിചാരിക്കോ എന്താ ഇത്ര വലിയ കാര്യം, ഒരു ChatGPTക്കകത്ത് ഒരു സാധനം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതല്ലേ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്? അങ്ങനെയല്ല. എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം എങ്ങനെ കിട്ടും? നിങ്ങളിപ്പം വളരെ കോംപ്ലിക്കേറ്റഡ് ഉള്ള ഒരു പ്രൊജക്ട് ബിടെക് ലെവലിൽ ഫൈനൽ ഇയർ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ChatGPT നമ്മൾ എത്ര തിരിഞ്ഞും മറിഞ്ഞും യൂസ് ചെയ്ത് പറഞ്ഞാലും ഫൈനലാകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന സാധനം കിട്ടത്തില്ല. പ്രോപ്പർ ആയിട്ട് റൺ ആവണമെന്ന് ഇല്ല. അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്സ് ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾ മാത്സിന്റെ ഒരു പ്രോബ്ലം ടൈപ്പ് ചെയ്ത് ജസ്റ്റ് കൊടുത്തു നോക്കുക. പലപ്പോഴും കിട്ടുന്ന ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ പൊട്ട തെറ്റായിരിക്കും. അപ്പം ഏറ്റവും കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു ആൻസർ കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു സൊല്യൂഷൻ കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോംപ്റ്റ് നമ്മൾ അവിടെ കൊടുത്തിരിക്കണം. അപ്പൊ അവിടെയാണ് ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിന്റെ ആവശ്യം. ഏറ്റവും നന്നായിട്ട് പ്രോംപ്റ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന ആ ഒരു സ്കില്ലിനെയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിനെ കുറിച്ച് നമുക്കൊരു ജസ്റ്റ് ഒരു റിവ്യൂ പോലെ പെട്ടെന്ന് പറഞ്ഞ് വിടാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കഥ പറയാൻ പോവാം. നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഇത്ര ഇമ്പോർട്ടന്റ് എന്ന് ഒരു സിമ്പിൾ ആയിട്ടുള്ള കഥയിൽ നമുക്ക് പറഞ്ഞു തരാം. ഒരു ഫൺ ആയിട്ടുള്ള രീതിയിൽ. നമുക്കൊരു പേര് വേണം. നമുക്ക് ആരെ വിളിക്കാം? ഓക്കെ, അലൻ എന്ന് പറഞ്ഞൊരു പേര് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അലൻ എന്ന് പറഞ്ഞ പേര് യൂസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ നമ്മുടെ സ്റ്റോറിയുടെ പേര് ദ ജീനി ആൻഡ് ദ വിഷ് എന്നാണ്. ഓക്കെ, സോ ബോയ് ആൻഡ് മാജിക്. നിങ്ങൾ അലാവുദ്ദീൻ ആൻഡ് മാജിക് ലാമ്പ് എന്ന സ്റ്റോറി ഇടാം. ഇവിടെ നമ്മൾ ബോയ് ആൻഡ് മാജിക് ലാമ്പ് എന്നാണ്. അപ്പൊ ഞാൻ ഇവിടെ ബോയ്ക്ക് പകരം അലൻ എന്ന് പറഞ്ഞ പേരാണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ,
സോ നമ്മുടെ അലന് ഒരിക്കല് ഒരു മാജിക് ലാമ്പ് കിട്ടി. ഓക്കെ, അലൻ നടന്നിങ്ങനെ പോവായിരുന്നു. അപ്പൊ വഴിയിൽ ഒരു മാജിക് ലാമ്പ് കിട്ടി. അലൻ അത് എടുത്തിട്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ സാധാരണ പോലെ ആ ഒരു നമ്മുടെ സ്റ്റോറിയിൽ പോലെ 3 തവണ സ്വൈപ്പ് ചെയ്തു. അപ്പം ഒരു ജീനി പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അലനോട് ചോദിച്ചു, നിന്റെ ഒരു വിഷ് പറ, ഞാൻ നിനക്ക് അത് സാധിച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ അലൻ എന്ത് ചെയ്തു? ഒറ്റ ഡയലോഗ് ആയിരുന്നു, ഐ വോണ്ട് ടു ബി റിച്ച്. എനിക്ക് എങ്ങനെയെങ്കിലും പൈസക്കാരണം, ഞാൻ എങ്ങനെയെങ്കിലും റിച്ച് ആയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ജീനി എന്ത് ചെയ്തു? നേരെ നമ്മുടെ അലനെ കൊണ്ട് ഒരു ജീനി എന്ത് ചെയ്തു? നേരെ അലനെ കൊണ്ട് ഈ മൈനിങ് ഗോൾഡ് മൈൻ ചെയ്യുന്ന സ്ഥലയിലേക്ക് അതിന്റെ അകത്തേക്ക് കൊണ്ട് ഇട്ടിട്ട് ജീനിയുടെ പണിക്കങ്ങ് പോയി. അപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാൽ അലൻ എന്ത് ചെയ്തു? ബട്ട് ഐ ഫോർഗോട്ട് ടു സ്പെസിഫൈ ഹൗ. എങ്ങനെ റിച്ച് ആകണം എന്ന് പറഞ്ഞില്ല. അതായത് റിച്ച് ആകണം എന്ന് പറഞ്ഞു, പക്ഷെ എങ്ങനെ റിച്ച് ആവണം എന്നുള്ള കാര്യം സ്പെസിഫൈ ചെയ്ത് പറയാൻ വേണ്ടി മറന്നുപോയി. അപ്പം ഗോൾഡ് ഉണ്ട്, എല്ലാ ഗോൾഡിന്റെയും സ്ഥലത്തോട്ട് കൊണ്ട് അലനെ കൊണ്ട് തള്ളി ഇട്ടു. പക്ഷെ എങ്ങനെ വേണം എന്നുള്ളപ്പോ അവിടെ നിന്നിട്ട് അവനൊന്നും ചെയ്യാൻ പറ്റില്ല. ഏതോ ഒരു ഗുഹയ്ക്കകത്ത് കുറെ സ്വർണം കിടപ്പുണ്ട്, അതിൽ കൊണ്ടിട്ട് അവൻ എന്ത് ചെയ്യാൻ അവിടെ കിടന്ന്. സോ ഇത് ഒരു ഇതിന്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ, സോ ദ ബോയ് റിയലൈസ് ദാറ്റ് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഇസ് ക്രൂഷ്യൽ. ഇഫ് ഐ ഡിഡ്ന്റ് സ്പെസിഫൈ ഐ ഡിഡ് എൻഡ് അപ്പ് വിത്ത് അൺഎക്സ്പെക്ടഡ് റിസൾട്ട്സ്. അതായത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞില്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള റിസൾട്ട് കൊണ്ട് എൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും, എൻഡ് ചെയ്യും. അതാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റോറിയുടെ ജസ്റ്റ് സിമ്പിൾ ആയിട്ടൊരു സ്റ്റോറി നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. വേറെ ഒന്നുമല്ല, നമ്മൾ ചാറ്റ് ജിപിടി ഇതുപോലെ തന്നെയാണ്. നമുക്ക് തോന്നിയ രീതിയിൽ നമ്മുടെ ഒരു കമന്റ്, ഒരു പ്രോംപ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് നമ്മൾ വിചാരിക്കാത്ത വേറെ വേറെ റിസൾട്ടുകളായിരിക്കും. പക്ഷെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് എങ്ങനെ നമുക്ക് വേണം, ഏത് രീതിയിലാണ് നമുക്ക് ഔട്ട്പുട്ട് വേണ്ടേ, അത് നമ്മൾ ചാറ്റ് ജിപിടിനെ കൊണ്ട് പറയിപ്പിക്കാം. ഞാൻ ചാറ്റ് ജിപിടി എന്ന് വെറുതെ പറയുന്നുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടംപോലെ ടൂൾസ് ഉണ്ട്. ഇപ്പൊ ഒരു നിങ്ങൾക്ക് നമ്മൾ ഏറ്റവും കേട്ടിട്ടുള്ള ടൂൾ ആയതുകൊണ്ട് വെറുതെ അങ്ങനെ പറയുന്നതേ ഉള്ളൂ. ജനറേറ്റീവ് മോഡൽസിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് വേണ്ട ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ അത്രയും സ്പെസിഫിക് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ അതിനെ മനസ്സിലാക്കി പറഞ്ഞു കൊടുത്താൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടത്തുള്ളൂ. സോ ഇതാണ് ഒരു ചെറിയ കോൺസെപ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, മൂവിങ് ഓൺ. നിങ്ങൾക്ക് തന്നെ കാണാം, ഫോബ്സ് എന്ന് പറയുന്ന ഒരു സൈറ്റിൽ വന്ന ഒരു ന്യൂസ് ആണ്. ദ ഹോട്ട് ന്യൂ ജോബ് ദാറ്റ് പേ 6 figures പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. ഒരു 6 figures പേ ചെയ്യുന്ന ഒരു ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് വന്ന ഒരു ജോബാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ന്യൂസ് കാണാൻ വേണ്ടി പറ്റും. സോ അത്രയും ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു റോളാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. അപ്പം നമ്മൾ ചുമ്മാ ടൈപ്പ് ചെയ്ത് ആൻസർ കിട്ടുന്ന ചാറ്റ് ജിപിടി ചെയ്യുന്ന പടി അല്ല. സോ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഇപ്പം നമ്മൾ ഏറ്റവും ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മാത്തമാറ്റിക്സിൽ നമുക്കൊരു നിങ്ങൾ മാത്സ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാം, പല ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഫിസിക്സോ എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മളറിയാം, നമ്മൾ നേരെ ആ ക്വസ്റ്റ്യൻ എടുത്ത് ചാറ്റ് ജിപിടിയിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടിയെന്ന് വരത്തില്ല. അപ്പം അതിനെന്താ നമുക്കൊരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതിനെ ആദ്യം ഇൻഫർമേഷൻ കൊടുക്കുക. ഇപ്പൊ മാത്സിന്റെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് സിമിലർ ആയിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻസ് കാണുമല്ലോ. ഇതിനു മുന്നേ അത് വേറെ എവിടെയെങ്കിലും നമുക്ക് നെറ്റിൽ സിമിലർ ആയിട്ട് ചെയ്തേക്കുന്ന ഒരു സൊല്യൂഷൻ കാണും. അത് ആദ്യം നമ്മൾ ചാറ്റ് ജിപിടിക്ക് കൊടുത്തിട്ട് ഇതുപോലെ വേണം, ഈ ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ, ഇതുപോലെ വേണം ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് കിട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ട്. സോ ഇതുപോലെ നമുക്ക് ചാറ്റ് ജിപിടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് നോക്കാം എന്താണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, ദ ആർട്ട് ഓഫ് ഗൈഡിങ് AI. സോ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സ്കിൽ ഓഫ് ക്രാഫ്റ്റിംഗ് എഫക്റ്റീവ് പ്രോംപ്റ്റ്. അതായത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള പ്രോംപ്റ്റിനെ ക്രാഫ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു സ്കില്ലാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ. നമുക്ക് അവിടെ ഡിസൈഡ് ആയിട്ടുള്ള നമുക്ക് ആഗ്രഹിച്ച റെസ്പോൺസ് നമ്മുടെ AI മോഡൽ നമുക്ക് തരണം. അപ്പം ഫ്രം ലാംഗ്വേജ് മോഡൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ തരുന്ന നമുക്ക് കണ്ടന്റ് ആയിട്ട് തരുന്ന മോഡൽസിനാണ് നമ്മൾ ലാംഗ്വേജ് മോഡൽസ് എന്ന് പറഞ്ഞത്. ലാംഗ്വേജ് മോഡൽസ് നമുക്ക് ആവശ്യമുള്ള ഡിസൈഡ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടണമെങ്കിൽ അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള പ്രോംപ്റ്റ് നമ്മൾ അവർക്ക് കൊടുത്താൽ മാത്രമേ ആ ഒരു സ്കില്ലിനെയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് പ്ലേസ് ക്രൂഷ്യൽ റോൾ ഇൻ ഹാർനസിംഗ് ഫുൾ പൊട്ടൻഷ്യൽ. അപ്പൊ ഒരു AI ആപ്ലിക്കേഷന്റെ ഫുൾ പൊട്ടൻഷ്യലിനെ അത് എത്രത്തോളം കേപ്പബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയും കാര്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയാലല്ലേ അത് നമുക്ക് യൂസ്ഫുൾ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം അതിന് ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ വേണ്ടി ആ ഒരു സ്കില്ലിനെയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അണ്ടർസ്റ്റാൻഡിങ് ലാംഗ്വേജ്. ഇപ്പൊ നമ്മൾ ഒരു വേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് വിട്ടായിരുന്നു, അതായത് ലാംഗ്വേജ് മോഡൽസ്. എന്താണ് ലാംഗ്വേജ് മോഡൽസ് കൂടെ പറയാം. അതായത് പ്രോസസ് ടെക്സ്റ്റ്. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ. അപ്പൊ ഒരു ടെക്സ്റ്റിനെ ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്, ജനറേറ്റ് പാറ്റേൺസ് ബേസ്ഡ് ഓൺ പാറ്റേൺസ്. പല നമ്മൾ എയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയുന്നത് പാറ്റേൺസ്. അപ്പൊ പല പാറ്റേൺസ് എയെ മനസ്സിലാക്കിയിട്ട് പുതിയൊരു ടെക്സ്റ്റിനെ ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമുക്ക് ലാംഗ്വേജ് മോഡൽസ് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ജനറേറ്റ് ആൻഡ്
കുറെ ഡിഫറെന്റ് രീതിയുണ്ട്. അപ്പം ജനറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു കണ്ടന്റ് ജനറേറ്റ് ചെയ്യുക. ഡിസ്ക്രിമിനേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു രീതി മനസ്സിലാവും. ജനറേറ്റ് ചെയ്യിക്കാത്ത ഒരു പുതിയ ലാംഗ്വേജിനെ ജനറേറ്റ് ചെയ്യുന്നതിന് നമുക്ക് ലാംഗ്വേജ് മോഡൽസ് എന്ന് പറയാൻ വേണ്ടി പറ്റും. മൂവിങ് ഓൺ. ഓക്കെ, പിന്നെ എങ്ങനെ നമുക്ക് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള പ്രോംപ്റ്റിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും? ഫസ്റ്റ് തിങ്, ക്ലാരിറ്റി ആൻഡ് സ്പെസിഫിസിറ്റി. അതായത് നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിൽ ക്ലാരിറ്റി വേണം, സ്പെസിഫിക് ആയിരിക്കണം. നേരത്തെ ഈ മാത്സിന്റെ കേസ് പറഞ്ഞ പോലെ നമുക്കൊരു ആൻസർ കിട്ടണമെങ്കിൽ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ മാത്രം കൊടുത്താൽ പോരാ, അത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള അതിന്റെ ഒരു ഇക്വേഷൻസോ അല്ലെങ്കിൽ സാമ്പിൾ ക്വസ്റ്റ്യൻസ് മോഡൽ ചെയ്തിട്ടുള്ളതോ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് കിട്ടാൻ വേണ്ടി പറ്റും. ഇനി ഇപ്പൊ നിങ്ങൾക്ക് ഒരു വലിയ പാരഗ്രാഫ് ഉണ്ടാക്കണം, പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള റിസോഴ്സസ് നിങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷെ നമുക്കത് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ നേരെ ഈ ഒരു ടോപ്പിക്കിൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കിത്താ എന്ന് പറയുന്നതിന് പകരം അതുപോലെ ഒരു സാമ്പിൾ രീതിയിൽ വേറെ കുറച്ച് ഇൻഫർമേഷൻസ് കൊടുത്തിട്ട് നിങ്ങൾ ജനറേറ്റ് ചെയ്യാൻ നോക്കുക, നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ആൻസേഴ്സ് കിട്ടും. നിങ്ങൾ നോട്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ നോട്ട് ജനറേറ്റ് ചെയ്യുന്നതന്നെ വിചാരിച്ചോ, അല്ലെങ്കിൽ എനെ കുറിച്ച് ഒരു നോട്ട് ഉണ്ടാക്കിത്താ എന്ന് പറയുന്നതിന് പകരം നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് അതിന് കൊടുത്തിട്ട് ഇതിൽ നിന്ന് നോട്ട് ഉണ്ടാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല നോട്ട് കിട്ടും. നിങ്ങൾക്ക് വേണ്ട പഠിക്കാൻ വേണ്ടിയുള്ള നിങ്ങളുടെ ലെവലിലുള്ള നോട്ട് കിട്ടും. ഓക്കെ, ദെൻ അടുത്ത് കോണ്ടെക്സ്ച്വൽ ഫ്രെയിമിംഗ്. അതായത് നമുക്ക് റിലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നോട്ട് ഉണ്ടാക്കണമെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഫ്യൂ ഷോർട്ട് ലേണിംഗ്, പ്രൊവൈഡ് എക്സാമ്പിൾസ്. മാത്സിന് പറഞ്ഞ പോലെ എക്സാമ്പിൾസ് കൊടുത്ത് ആൻസർ നമുക്ക് വേണ്ട കുറച്ചും കൂടെ നല്ല ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത അപ്പം പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ടെക്നിക്സ് ആണ് ഐട്രേറ്റീവ് റിഫൈൻമെന്റ്, റോൾ പ്ലേയിങ്. ഇപ്പൊ ഇതിലെന്താണ് ഐട്രേറ്റീവ് റിഫൈൻമെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോ ചാറ്റ്ജിപിറ്റിയിൽ ഒരു കാര്യം പറഞ്ഞു ഒരു ഔട്ട്പുട്ട് കിട്ടി, പക്ഷെ അതിനെ നമുക്ക് മോഡിഫൈ ചെയ്യാം. ഐട്രേഷൻ നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യം, ഐട്രേറ്റ് ചെയ്ത് ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതുപോലെ ഐട്രേറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രോംപ്റ്റ് കൊടുത്തു, അത് കഴിയുമ്പോൾ ഒരു ഔട്ട്പുട്ട് കിട്ടി, അത് ഇത് മോഡിഫൈ ചെയ്ത് ഇത് ഇങ്ങനെയല്ല ഇങ്ങനെ കുറച്ചും കൂടെ വേണം, അങ്ങനെ ഐട്രേറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഔട്ട്പുട്ടിലേക്ക് വരാം. അല്ലെങ്കിൽ റോൾ പ്ലേയിങ്, അതായത് റോൾ പ്ലേയിങ് വേറൊന്നുമല്ല, അതായത് നമുക്ക് ഒരു ടീച്ചർ, ഇപ്പം നമുക്കൊരു പർട്ടിക്കുലർ സാധനം നമുക്ക് പഠിക്കണമെങ്കിൽ നമുക്ക് പറയാം യു ആർ മൈ ടീച്ചർ, ടീച്ച് മീ ദിസ്. ആ ഒരു സ്റ്റുഡന്റിനെ പഠിപ്പിക്കുന്ന പോലെ ഈ ഒരു ടോപ്പിക് ഒന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പം അല്ലെങ്കിൽ നമ്മളൊരു റോൾ അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ ഒരു ക്യാരക്ടർ ആണ്, ഇതാണ് നിങ്ങളുടെ റോള്, സോ ഇത് വെച്ചിട്ട് നിങ്ങൾ എനിക്ക് എന്നോട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കണം. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം, എനിക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യം കൂടെ കാണിച്ചു തരാം ഈ റോൾ പ്ലേയിങ്ങിനെ കുറിച്ചിട്ട്. ഇനി ചെയിൻ ഓഫ് തോട്ട് പ്രോംപ്റ്റിംഗ്, അതായത് ഒരു കോംപ്ലക്സ് ടാസ്ക് ആണെങ്കിൽ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത് വളരെ ഇമ്പോർട്ടന്റ്, ജനറേറ്റ് ചെയ്യൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റാഗ് എന്ന് പറയുന്നത്. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എന്റെ ഇന്റർവ്യൂവിൽ എനിക്ക് ആൻസർ പറയേണ്ട വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അന്നേരം അറിഞ്ഞില്ല എങ്കിൽ ഭയങ്കര പ്രശ്നമായി പോയേനെ. സോ റാഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ 2-3 സ്ഥലത്ത് ഇന്റേൺഷിപ്പിന് ആദ്യം ഒരു MNCയിൽ അപ്ലൈ ചെയ്തപ്പം അത് കിട്ടിയിരുന്നു, പക്ഷെ അവര് അന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു ജനറേറ്റ് ചെയ്യാനെ കുറിച്ച് അറിയാവുന്നു. അതുപോലെ ഞാൻ ഇവിടെ DRDOയിൽ ജോയിൻ ചെയ്തപ്പോൾ എന്നോട് ഫസ്റ്റ് ഡേ ജോയിൻ ചെയ്തു, എന്നോട് ചോദിച്ചു ജനറേറ്റ് ചെയ്യാൻ അറിയാം. ഞാൻ പറഞ്ഞു അറിയാം സാർ, കുറച്ചൊക്കെ അറിയാം. ഹിന്ദിയിലാണ് കേട്ടോ, എല്ലാം ഹിന്ദി ഇംഗ്ലീഷ് ഇവിടെ അങ്ങനെയാണ്. അപ്പോ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇവര് ഫസ്റ്റ് ഡേ ആദ്യം ചെന്നപ്പോ തന്നെ എന്നോട് പറഞ്ഞു എനിക്കൊരു പ്രൊജക്ട് അസൈൻ ചെയ്ത് തരുമായിരുന്നു, ജനറേറ്റ് അറിയാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അറിയാമെന്ന് പറഞ്ഞു പോയി. അന്നേരം പറഞ്ഞു ഈ ഒരു ടോപ്പിക്കാണിത്, ഇതാണ് നമ്മുടെ പ്രൊജക്ട്, ഇൻഡിവിജ്വൽ പ്രൊജക്ട് ആണ്, നീ ഇത് തന്നെ ചെയ്യണം, സോ നാളെ വന്ന് പ്രസന്റ് ചെയ്തോളാം. അപ്പൊ ഞാനിങ്ങനെ ഉച്ചയായപ്പോഴാണ് ഈ സാധനം അറിയുന്നത്, പറയാണ് നാളെ വന്ന് പ്രസന്റ് ചെയ്തോളാം. വന്ന് കയറിയത് ഒപ്പം തന്നെ പ്രൊജക്ട് കിട്ടി. അടുത്ത ദിവസം വന്നപ്പം നമുക്ക് ഈ ടോപ്പിക് അറിയത്തില്ലെങ്കിൽ പെട്ടുപോയേനെ. സോ കുറച്ച് നോളജ് ഉള്ളത് കൊണ്ട് ബാക്കിയെല്ലാം റിസർച്ച് ചെയ്ത് അടുത്ത ദിവസം പോയി പ്രസന്റ് ചെയ്യേണ്ട വന്നു. സോ നിങ്ങൾ ഫ്യൂച്ചർ ഒരു ഇന്റേണിന് ഇത്രയും പ്രശ്നം. ഇവിടെയുള്ള എല്ലാവരും തന്നെ ഇങ്ങനെയുള്ള ജോബ്സ് ആണ് ജനറേറ്റ് ചെയ്യൽ പ്രൊജക്ടുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കോൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കുറച്ച് പ്രശ്നം വരാം, നിങ്ങൾ ഇങ്ങനെ റോൾസ് നോക്കുകയാണെങ്കിൽ. ഓക്കെ, ബാക്ക് ടു അവർ ടോപ്പിക്. റാഗ് എന്താണ്? റാഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ച് അത് ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു ഡയഗ്രാം ആണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും. ഒരു എക്സാമ്പിൾ വെച്ച് ഏറ്റവും സിമ്പിൾ ആയിട്ട്, ബാക്കി നിങ്ങൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് റിസർച്ച് ചെയ്താൽ മതി. റാഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇപ്പോ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണെന്ന് വെച്ചു, നിങ്ങളുടെ ടീച്ചറാണ് ഞാൻ. അപ്പോ ഞാൻ 2-3 ദിവസം മുന്നേ ഒരു ടോപ്പിക്ക് നിങ്ങളെ പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് പിന്നെയാണ് നിങ്ങൾ അത് പഠിക്കുകയും ചുമ്മാ അത് നോക്കുകയൊക്കെ ചെയ്തു, നിങ്ങൾക്കൊരു ഡൗട്ട് വന്നു. 2-3 ഒരു ആഴ്ച മുന്നേ പഠിപ്പിച്ച ടോപ്പിക്കായിരുന്നു. അപ്പൊ ഇന്നാണ് നിങ്ങൾ എന്നോട് വന്ന് ചോദിക്കുകയാണ്
ഇതിന് മാം എനിക്ക് ഇത് മനസ്സിലാവുന്നില്ല, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരാമോ? അപ്പൊ ഞാൻ എന്റെ പ്രീവിയസ് നിങ്ങളെ പഠിപ്പിച്ച നോളജ് എടുത്തിട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ പഠിപ്പിച്ചായിരുന്നല്ലേ, ഓക്കെ അതെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് കേട്ടോ, അങ്ങനെ പറയുന്നതാണോ അതോ ഒരു മിനിറ്റ് നിൽക്ക് ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് പറയാം എന്ന് പറയുന്നതാണോ കുറച്ചും കൂടെ എഫക്റ്റീവ്, അത് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആവും? എന്റെ ഓർമ്മയിൽ ചിലപ്പോൾ ശരിയാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ തെറ്റ് പറഞ്ഞു തരാനും ചാൻസ് കാണാം. നമ്മൾ ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാ കാര്യവും ഓർത്തിരിക്കണമെന്നില്ലല്ലോ. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു തെറ്റ് പറഞ്ഞു തന്നേക്കാം, ബൈ മിസ്റ്റേക്ക് അറിയാതെ പറഞ്ഞു തന്നേക്കാം. അപ്പം അങ്ങനെ പറയുന്നതാണോ അതോ ഒരു മിനിറ്റ് നിൽക്കും ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് നോട്ട് നോക്കിയിട്ട് പറഞ്ഞു തരുന്നതാണോ നല്ലത്? അപ്പം നമ്മുടെ റാഗും നോട്ട് നോക്കിയിട്ട് പറയുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഇത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. റാഗും ഏകദേശം ഇതേപോലെ ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് അവർക്ക് ഓൾറെഡി ഒരു വലിയ ഡാറ്റ സെറ്റ് മെമ്മറി ഉണ്ടായിരിക്കും. അതിന് പകരം അത് ജസ്റ്റ് വേറൊരു സ്ഥലത്തും കൂടെ ഒന്ന് റിസർച്ച് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് വേറെ സ്ഥലം കൂടെ ഒന്ന് കൺഫേം ആക്കിയിട്ട് നമുക്ക് ആൻസേഴ്സ് തരും. ഇപ്പൊ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള സാധനം തരും. അപ്പൊ ഇതാണ് ഒരു സിമ്പിൾ റാഗ് കോൺസെപ്റ്റ് ആണ് പറഞ്ഞത്. മൂവിങ് ഓൺ. ഓക്കെ, സോ നമുക്ക് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് നമ്മുടെ ജനറേറ്റ് ലാംഗ്വേജ് മോഡൽസിൽ കണ്ടന്റ് ക്രിയേഷൻ, നമുക്ക് പുതിയൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ, കസ്റ്റമർ സർവീസ് അല്ലെങ്കിൽ കോഡിംഗ്, ഇതിനെല്ലാം വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ബെസ്റ്റ് പ്രാക്ടീസസ് എന്തൊക്കെയാണ്? നമ്മൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക, എക്സ്പെരിമെന്റ് ചെയ്യുക, ഐട്രേഷൻ, അതുപോലെ സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടന്റ് കൊടുക്കുക. ദെൻ അടുത്തത് ലേൺ ഫ്രം എക്സാമ്പിൾസ്, ദെൻ എത്തിക്കൽ കൺസെഷൻ. കുറച്ച് ബെസ്റ്റ് പ്രാക്ടീസസ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, സോ കൺക്ലൂഷൻ എന്ന് പറയുന്നത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ട് കാണേണ്ട ഒരു ഫീൽഡ് അല്ല. സോറി, 1 സെക്കൻഡ്. ഓക്കെ, പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. നമ്മൾ എന്ന് പറഞ്ഞ ടെക്നോളജി പുതിയ വന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സിനെ ഓഫ് കോഴ്സ് പല പല കമ്പനീസും വെൽക്കം ചെയ്യും. സോ എഫക്റ്റീവ് ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊണ്ടുവരിക, പ്രോംപ്റ്റിംഗ് ചെയ്യാൻ പറ്റുക, അതൊരു പർട്ടിക്കുലർ സ്കിൽ തന്നെയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളിപ്പോ ഒരു യൂട്യൂബിൽ അല്ലെങ്കിൽ ഒരു കോഴ്സറ പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ചെന്ന് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 to 6, 7 hours ഉള്ള വലിയ കോഴ്സ് കിട്ടും. അപ്പൊ അത്രയും കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പം പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ചുമ്മാ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കിട്ടുന്നതല്ല, അതിൽ കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ ബാക്കി ജനറേറ്റീവ് സെഷനിലേക്ക് തിരിച്ചു വരാം. ഇനി ഒരു 15 minutes കൂടെ ഉള്ളൂ. ഞാൻ എന്തായാലും ലാഗ് ചെയ്യില്ല, നിങ്ങളെ കൂടുതൽ എടുത്തിട്ടില്ല. നമുക്ക് ബാക്കിയും കൂടെ പറഞ്ഞിട്ട് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, 15 minutes കൂടെ നമ്മൾ എടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം. സോറി, ഒരു കാര്യം കൂടെ. നേരത്തെ നമ്മൾ ഒരു റോൾ പ്ലേയിങ്ങിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു. ജസ്റ്റ് അത് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഇവിടെ എന്താ ചാറ്റ് ജി പി ടിയുടെ ഇന്റർഫേസ് ആണ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് നമ്മൾ എല്ലാവർക്കും, നിങ്ങളിപ്പോ ബിടെക് സ്റ്റുഡൻസ് ആയിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു 3rd year 4th yearലേക്ക് വരുമ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ജോബ് കിട്ടാൻ വേണ്ടി, അല്ലെ? ജോബ് കിട്ടാൻ വേണ്ടി ഫസ്റ്റ് എന്ത് വേണം? നമുക്കൊരു നല്ല റെസ്യൂം വേണം. നല്ലൊരു കറക്റ്റ് ആയിട്ട് നമ്മളുടെ കാര്യങ്ങളിൽ അച്ചീവ്മെന്റ്സും എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഒരു റെസ്യൂം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് എനിക്ക് CV എന്ന് കുറച്ചും കൂടെ നല്ലതായിട്ട്. അപ്പൊ ഇവിടെ റോൾ പ്ലേയിങ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് പറയാം, യു ആർ മൈ റെസ്യൂം ക്രിയേറ്റർ. സോറി, യു ആർ മൈ റെസ്യൂം ക്രിയേറ്റർ എന്ന് പറയുക. ഫസ്റ്റ് തിങ് ഇത്. ഇനി നിങ്ങൾക്ക് ബാക്കി കണ്ടന്റ്സ് കൂടുതൽ സ്പെസിഫിക് ആയിട്ട് കൊടുക്കാം. നമുക്ക് അത്രയും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓടിച്ചിങ്ങനെ കാണിച്ചു തരാം. സോ യു ആർ മൈ റെസ്യൂം ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ അവർ ചോദിക്കും എന്ത് റോളാണ്. സോ ഞാൻ പറയാം. ഇനി ഞാൻ വേറൊരു കാര്യം പറയുന്നു, ഐട്രേറ്റീവ് ആയിട്ട് ഒരു സമയം കൊടുത്തു, അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത വീണ്ടും കൊടുക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് അറിയാവുന്നതായിരിക്കും. ഒരു ഇതിപ്പോ എക്സാമ്പിൾ പോലെ പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, യു ആർ മൈ റെസ്യൂം ക്രിയേറ്റർ. ഞാൻ പറയാം, ഐ ആം എ 3rd year BTech student applying for software engineering, no? So software engineering job. ഇത്രയും പറയുമ്പോൾ തന്നെ അവർ ബാക്കി കാര്യങ്ങൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ചോദിക്കും. ഓക്കെ, 3rd year, എന്റെ പേരൊക്കെ അറിയാം, 3rd year BTech സ്റ്റുഡന്റ് ആണ്. ബാക്കി എന്തൊക്കെയാണ് കാര്യങ്ങൾ, നമ്മുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയോ നമ്പറും ഒക്കെ കൊണ്ട് തരുന്നുണ്ട്. അതൊന്നും വേണ്ട. കരിയർ ഒബ്ജക്റ്റീവ്, ടെക്നിക്കൽ സ്കിൽസ്, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അക്കാഡമിക് പ്രോജക്ട്സ് എന്തൊക്കെയാണ്, ഇന്റേൺഷിപ്പ്, ഇതെല്ലാ കാര്യങ്ങളും കുറച്ചൊക്കെ ഇവർ എന്തൊക്കെയോ ഉണ്ടാക്കി പറയുന്നുണ്ട്. അപ്പൊ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്കൊരു റെസ്യൂമിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും പറയും. ഇനി ഒരു എക്സ്ട്രാ കാര്യം കൂടെ പറഞ്ഞുതരാം. ക്യാൻവ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിൽ പോയി റെസ്യൂം എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ടെംപ്ലേറ്റ്സ് കിട്ടും. ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ടെംപ്ലേറ്റ് എടുക്കുക. ഇപ്പൊ ഈ ടെംപ്ലേറ്റ് ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ് യൂസ് ചെയ്യുക.
എന്നിട്ട് ഇതിനെ യൂസ് ചെയ്യാം. ഇനി അടുത്ത ഒരു ടോപ്പിക് നമ്മൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ പറഞ്ഞ കാര്യമാണ്, നമ്മൾ ചാറ്റ്ജിപിടിക്ക് സ്പെസിഫിക് ആയിട്ട് കൊടുക്കണം. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, ഈ ഒരു ടെംപ്ലേറ്റ് ഇമേജ് ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, PNG ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ജസ്റ്റ് ആ ഒരു സാധനം ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചാറ്റ്ജിപിടിയിൽ ഇമേജ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അറിയാലോ. ഇമേജ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് കൊണ്ട് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്ലോഡ് ചെയ്തിട്ട് ദിസ് ഇസ് ദ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ മതി. this is the format എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഇപ്പൊ നമ്മൾ കൊടുത്ത ആ ഒരു ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, ഇതിനനുസരിച്ച് ഈ ഒരു ചാറ്റ്ജിപിടി നമുക്ക് അതിന്റെ ആൻസേഴ്സ് തരും. ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ സമ്മറി എന്തൊക്കെയാണ്, ഇതിനനുസരിച്ച് നമ്മുടെ കഴിവും സ്കിൽസും അതിനനുസരിച്ച് നമുക്ക് ഇത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളും ഒക്കെ അവർ തന്നെ പറഞ്ഞു. ഇതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഫൈനലായിട്ട് ഇവിടുന്ന് കോപ്പി ചെയ്യുക, നമ്മുടെ ക്യാൻവയിൽ കൊണ്ട് റെസ്യൂമിന്റെ അകത്ത് കൊണ്ട് ടൈപ്പ് ചെയ്ത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു റെസ്യൂം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ മൂവിങ് ഓൺ. കുറച്ച് സമയം കൂടെ ഉള്ളൂ. പോപ്പുലർ ആയിട്ടുള്ള ടൂൾസ് എന്തൊക്കെയാണ്, ജനറേറ്റ് ചെയ്യുന്ന ടൂൾസിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ലാംഗ്വേജ് മോഡൽസ്, ലാർജ് ലാംഗ്വേജ്, നേരത്തെ നമ്മൾ ലാംഗ്വേജ് മോഡൽസ് എന്താണെന്ന് പറഞ്ഞു. അപ്പൊ LLM അല്ലെങ്കിൽ ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്താണ്? ഒരു AI സിസ്റ്റം ആണ്. ആ AI സിസ്റ്റം ട്രെയിൻഡ് ഓൺ മാസീവ് എമൗണ്ട് ഓഫ് ടെക്സ്റ്റ് ഡാറ്റ. ഒരുപാട് എമൗണ്ട് ഓഫ് ടെക്സ്റ്റ് അതായത് ബുക്സ് ആവാം, ബ്ലോഗുകളാവാം, അങ്ങനെ ഒരുപാട് മാസീവ് എമൗണ്ട് ഓഫ് ടെക്സ്റ്റ് കൊടുത്തിട്ട് നമ്മൾ AI മോഡൽസിനെ, AI സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്തെടുത്തേക്കുവാണ്. അപ്പൊ അതിനെയാണ് LLMs അല്ലെങ്കിൽ ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യും, മനുഷ്യരെ പോലെ പുതിയൊരു സംഭവം, ഒരു സെന്റൻസിനെയോ ടെക്സ്റ്റിനൊക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ കേപ്പബിൾ ആയിരിക്കും. അവരെയാണ് നമ്മൾ LLMs എന്ന് പറയുന്നത്. ഓക്കെ, പോലെ അതൊക്കെയാണ് ഡേറ്റ സെറ്റ് നമ്മൾ പറയും. ഇവരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കണ്ടന്റ് നമുക്ക് ഡേറ്റ സെറ്റ് എന്ന് പറയാം. ഇഷ്ടംപോലെ ഈ ഒരു ഡേറ്റ സെറ്റ് കൊടുത്തിട്ടായിരിക്കും ബില്യൺസ് ഓഫ് വേർഡ്സ് കൊടുത്തിട്ട് നമ്മൾ ഇവരെ ട്രെയിൻ ചെയ്തെടുക്കും. ഇവർക്കപ്പം നെക്സ്റ്റ് അടുത്തൊരു ഇപ്പം ദിസ് ഇസ് എ കാർ എന്നാണെങ്കിൽ ദിസ് കഴിഞ്ഞ് ഈസ് ആണ് എന്ന് അവർക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ അവർക്ക് അതിനുള്ള അവരെ നമ്മൾ ട്രെയിൻ ചെയ്യും. അതിനാണ് ഈ ഡേറ്റ സെറ്റ് ഇവരെ കൊടുത്ത് അടുത്ത വേർഡ് പ്രിഡിക്ട് ചെയ്ത ഒരു സെന്റൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി കേപ്പബിൾ ആക്കുകയാണ് ചെയ്യുന്നത്. ജനറേറ്റ് ചെയ്യാം, കോഡ് ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലാംഗ്വേജിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം, സമ്മറൈസ് ചെയ്യാം. ഈവൻ ഇപ്പൊ മംഗ്ലീഷ് വരെ ചാറ്റ്ജിപിടിനെ കൊണ്ട് സംസാരിക്കാൻ ചാറ്റ്ജിപിടിക്ക് പറ്റുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഫേമസ് ആയിട്ട് LLMs ആണ് വരിക. സ്റ്റോറീസ് എഴുതാൻ എഴുതാനോ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ജനറേറ്റ് ടൂൾസ് ഫോർ സ്ക്രിപ്റ്റ് ഉണ്ട്, ചാറ്റ്ജിപിടി, ക്ലോഡ്, കണ്ടന്റ് ക്രിയേഷന് വേണ്ടി കുറെ ടൂൾസ് ഉണ്ട്. ദെൻ ഡിസൈൻ ആൻഡ് വിഷ്വൽ ആർട്സിന് വേണ്ടി, കോഡിംഗ് ഡെവലപ്മെന്റിന് വേണ്ടി GitHub Copilot ഉണ്ട്. ഓഡിയോ വീഡിയോ ജനറേഷന് വേണ്ടി കുറെ ടൂൾസ് ഉണ്ട്. ഇതൊക്കെ ഒരു ടൂൾസിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, സോ ടെക്സ്റ്റ് ടു ഇമേജ് ജനറേഷൻ, ഡാലി, ദെൻ മിഡ്, ഏതൊക്കെയാണ് ബെസ്റ്റ് ടൂൾസ് എന്ന് മനസ്സിലാക്കി അറിഞ്ഞിരിക്കുക. ഓക്കെ, കോഡിങ്ങിന് വേണ്ടി ഏതൊക്കെ ടൂൾസ് ആണ് യൂസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോറി, ലാസ്റ്റ് ഒരു ടോപ്പിക്കും കൂടെ പറഞ്ഞു നിർത്തുവാണ്. അതാണ് ഹഗ്ഗിംഗ് ഫേസ്. അതായത് നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഈ ചാറ്റ്ജിപിടി അല്ലെങ്കിൽ ഇപ്പൊ ഡീപ്സീക്ക് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേട്ടിട്ടുണ്ടെങ്കിൽ ചൈനയിൽ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അപ്പം ഇവരൊക്കെ ഇത് എങ്ങനെ ഉണ്ടാക്കുക? ഈ ചാറ്റ്ജിപിടി എനിക്കും ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ ചാറ്റ് ബോട്ട് ഒക്കെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ, പ്രൊജക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു സൊല്യൂഷൻ ആണ് ഹഗ്ഗിംഗ് എന്ന് പറഞ്ഞു. യെസ്, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ചാറ്റ് ബോട്ട് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ചാറ്റ്ജിപിടി പോലെ ടൂൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പം അതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ഒരു എന്താ പറയാ, ടൂളെന്നോ അല്ലെങ്കിൽ ഒരു ഗാലറിന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. ഒരു സംഭവമാണ് ഒരു GitHub ഓഫ് AI മോഡൽസ് നമുക്ക് വിളിക്കാം. അപ്പം അതാണ് ഹഗ്ഗിംഗ് ഫേസ്. ഹഗ്ഗിംഗ് ഫേസ് എന്ന് പറഞ്ഞ പുതിയൊരു സാധനം ഇവിടെ നിൽക്കുന്നു. ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഹഗ്ഗിംഗ് ഫേസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം ആണ്, ഒരു കമ്മ്യൂണിറ്റി ദാറ്റ് ഹോൾഡ് thousands of pre-trained AI models, data sets, demo space. അപ്പൊ നമുക്കൊരു പ്രൊജക്ട് ഉണ്ടാക്കണം, ഒരു ചാറ്റ്ജിപിടി പോലെ അല്ലെങ്കിൽ ഏതൊരു ടൂൾ ഉണ്ടാക്കണമെങ്കിൽ അതിനു വേണ്ടി ആവശ്യം വരുന്ന AI മോഡൽസ്, ഡാറ്റ സെറ്റ്, ഡെമോ സ്പേസസിനൊക്കെ തരുന്ന ഒരു ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം ആണ് ഹഗ്ഗിംഗ് ഫേസ് എന്ന് പറയുന്നത്. കാണിച്ചു തരാം.
ഓക്കെ, സോ നമുക്കിപ്പോ ഒരു ഒരു എ മോഡൽ ഉണ്ടാക്കണം, നമുക്ക് സ്വന്തമായിട്ട് ഒരു എ മോഡൽ ഉണ്ടാക്കണം. പക്ഷേ ഫ്രം ദ സ്ക്രാച്ച് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഉണ്ടാക്കണം. അപ്പൊ അതിന് വേണ്ടി നമുക്ക് ഈ ഹഗിങ് ഫേസ് കുറെ ഓപ്ഷൻസ് തരുന്നുണ്ട്. ഓക്കെ, ഹഗിങ് ഫേസ് ഇസ് യുവർ ബെസ്റ്റ് ലൈക്ക് ഒരു യൂട്യൂബ് ഓഫ് എ മോഡൽസ് നമുക്ക് പറയാം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് ഹഗിങ് ഫേസ് യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് കൂടുതൽ ഈ ഒരു സെഷനിൽ പറയാൻ പറ്റില്ല, കാരണം അതിന് ഇനി സമയം എടുക്കും. നിങ്ങൾക്ക് വേറെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തോ അല്ലെങ്കിൽ അടുത്ത സെഷൻസിലൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, ഹഗിങ് ഫേസ് കൂടെ നമുക്ക് ഒന്ന് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഗൂഗിളിൽ പോവുക, നിങ്ങൾ ഹഗിങ് ഫേസ് എന്ന് ടൈപ്പ് ചെയ്യാം. സോറി, ഹഗിങ് ഫേസ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ഒരു ഇന്റർഫേസ് അതിപ്പോ ഞാൻ ഇവിടെ ലോഗിൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് ലോഗിൻ ചെയ്തെടുക്കാൻ പറ്റും. സോ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നത്. അതിൽ മോഡൽസ് ഉണ്ടാവും. അതായത് നിങ്ങൾ ഈ ഒരു സൈഡിൽ കണ്ടോ മോഡൽസ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കണ്ടോ, ഇതിൽ എന്തൊക്കെ മോഡൽസ്, ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു, കുറെ മോഡൽസ്, ഓഡിയോ, ടെക്സ്റ്റ് ടു ടെക്സ്റ്റ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കുക വെച്ചാൽ കുറെ കണ്ടോ, ഈ ഒരു സ്ഥലത്ത് കണ്ടോ 88 മോഡൽസ് ഉണ്ടെന്ന് കാണും. ഇത് എന്താ ആക്ച്വലി പറയുന്നത് വെച്ചാൽ ഓഡിയോ നമ്മളൊരു സൗണ്ട് കൊടുത്താൽ ടെക്സ്റ്റ് ടു ടെക്സ്റ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന മോഡൽസ് ആണ് ഇവരെല്ലാം. ഇനി ഒരു ഇമേജ് ടെക്സ്റ്റ് ടു ടെക്സ്റ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരെല്ലാം. ഒരു ഇമേജ് കൊടുത്താൽ അവരുടെ ടെക്സ്റ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യും. ഇവരെല്ലാം ഈ മോഡൽസ് എന്ന് എന്താ ഉദ്ദേശിക്കുന്നത്? ചാറ്റ് ജിപിടി ഒരു മോഡലാണ്. അപ്പം ഇവര് നമുക്ക് നമ്മുടെ ആവശ്യം എന്താണോ, ഇപ്പം വിഷ്വൽ ഇമേജ് ക്വസ്റ്റനിങ് ഇങ്ങനെയുള്ള ഓരോ പ്രൊജക്റ്റുകൾക്ക് നമുക്ക്, അല്ലെങ്കിൽ വീഡിയോ ടെക്സ്റ്റ് ടു ടെക്സ്റ്റ്, കുറെ ഇമേജ് ടു വീഡിയോ, ടെക്സ്റ്റ് ടു ഇമേജ്, ഇങ്ങനെ കുറെ ആപ്ലിക്കേഷൻസിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ, നമ്മുടെ പ്രൊജക്ടിന്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് മോഡൽസ്. നിങ്ങൾക്ക് എല്ലാം അങ്ങനെ മനസ്സിലാവണമെന്നില്ല, മനസ്സിലാവുന്ന അത്രയും നോക്കുക, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന സമയത്ത് യൂട്യൂബിൽ അടിച്ചു കൊടുത്ത് നിങ്ങൾക്ക് ഹഗിങ് ഫേസിനെ കുറിച്ചും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഓടിച്ച് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. ഓക്കെ, അപ്പൊ ഇതുപോലെ കുറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ പ്രൊജക്റ്റിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കൊരു ചാറ്റ് ജിപിടി പോലെ ഒരു ടൂള് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി ഇതിൽ നമ്മുടെ ആവശ്യം ഇമേജ് ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ ഒരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഒരു ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് വീഡിയോ ആക്കാൻ വേണ്ടിയുള്ള മോഡൽസ് ആണ് ഇവരെല്ലാം. കുറെ LTX വീഡിയോ, ഇവരെല്ലാം നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. വലിയ ഹൈ കോഡിങ്ങിന്റെ ആവശ്യമൊന്നും വരില്ല. പക്ഷെ അത് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതുപോലുള്ള മോഡൽസ് യൂസ്, ഇപ്പൊ ഈ ഒരു മോഡൽ ഞാൻ ക്ലിക്ക് ചെയ്യാം. അപ്പം ഞാൻ വർക്ക് ചെയ്ത മോഡൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്റെ പ്രൊജക്ട് ഇപ്പം ഡിആർഡിഒയിൽ എന്റെ പ്രൊജക്റ്റിൽ എനിക്ക് ചെയ്യേണ്ടത് ടെക്സ്റ്റ് എക്സ്ട്രാക്ഷൻ ആണ്. അപ്പം ഒരു PDF കൊടുത്തു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഇമേജ് ആക്കി എടുക്കാം, അങ്ങനെ ഒരു ടൈപ്പ് പ്രൊജക്ട് ഒക്കെയാണ് ഞങ്ങളിപ്പോ ചെറിയൊരു പ്രൊജക്ട് വർക്ക് ചെയ്യുന്നുണ്ട് സൈഡായിട്ട്. അപ്പൊ അതിൽ പറയുന്നത് ഒരു ടെക്സ്റ്റ് ടു ഇമേജ് ടു ടെക്സ്റ്റ് എന്നോ കൊടുക്കുമ്പോൾ കുറെ ഇത് വരുന്നുണ്ട്. കുറെ ഇപ്പം അതില് ഈ ഒരു റോളം ഓസിയ ഈ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തൊക്കെയാണെന്നും ആ ഒരു മോഡലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട്സിനെ കുറിച്ചും എങ്ങനെയൊക്കെ യൂസ് ചെയ്യാന്നുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇത് കണ്ടോ, അതിന്റെ കോഡ് വരെ കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് കോപ്പി ചെയ്ത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. കോപ്പി ചെയ്ത് നമുക്ക് നമ്മുടെ പ്രൊജക്ടിന്റെ അകത്ത് യൂസ് ചെയ്യാം. then അത് വർക്ക് ചെയ്ത് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു ചെറിയൊരു എക്സാമ്പിൾ കൂടെ എത്രത്തോളം മനസ്സിലാകും എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ചുമ്മാ ഒരു എക്സാമ്പിൾ കൂടെ കാണിച്ചു തരാം. ഗൂഗിൾ കൊളാബ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഗൂഗിൾ കൊളാബിൽ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഞാൻ ചെയ്തേക്കുന്ന ഈ ഒരു ഫയൽ നിങ്ങൾക്ക് അയച്ചു തരാം. ഞാൻ അപ്ലോഡ് ഓപ്ഷനിൽ കൊടുത്തു. എന്റെ സിസ്റ്റത്തിൽ ഞാൻ ഇങ്ങനെ ഒരു ഫയൽ ഉണ്ടാക്കിയിട്ട് ഈ ഫയൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് റൺ ചെയ്യാൻ വേണ്ടി ക്യൂരിയോസിറ്റി ഉള്ളവരാണ് എന്നോട് ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം. ഈ ഒരു ഫയൽ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തു. ഗൂഗിൾ കൊളാബിന്റെ അകത്തേക്ക് എന്റെ കയ്യിൽ ഒരു ഫയൽ ഉണ്ടായിരുന്നു, അത് ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോ അത് വരും. ഞാൻ ഓൾറെഡി ഇതുപോലൊരു ചാറ്റ് ജിപിടി ഒന്ന് റൺ ചെയ്ത് കാണിക്കാൻ വേണ്ടി ഓൾറെഡി റെഡി ആക്കി വെച്ചേക്കുന്ന ഒരു കോഡാണ്. സോ ഇങ്ങനെ ഓപ്പൺ ആക്കി വന്നു, ഇത്രയേ ഉള്ളൂ. ഓപ്പൺ ആക്കി വന്നു, റൺ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഞാൻ ഓൾറെഡി ഇവിടെ എടുത്ത് വെച്ചേക്കുന്നതുകൊണ്ടൊരു എന്താ സംഭവിച്ചത്? ഓക്കെ, 1 സെക്കൻഡ്. വേറെ എവിടേക്കോ ഓപ്പൺ ആയി കിടക്കുന്നുണ്ടോന്ന് തോന്നുന്നു. ഇപ്പം റൺ ചെയ്യുമായിരിക്കും.
റൺ ചെയ്തു. ഇത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കോഡാണ്. നിങ്ങൾക്ക് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാനിത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പോ ഞാൻ ഇവിടെ റൺ ചെയ്തു. എന്താണ് നെറ്റിന്റെ എന്തോ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. റൺ ചെയ്തു. യെസ്. സോ ഇത് ഈ ഒരു കോഡ് റൺ ചെയ്തപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗീവ് ദ ക്വസ്റ്റ്യൻ ടു ChatGPT. അതായത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇപ്പൊ ഹഗിങ് ഫേസ് നമ്മൾ പരിചയപ്പെട്ട സാധനമാണല്ലോ. ഈ ഹഗിങ് ഫേസിൽ നിന്ന് എടുത്ത ഒരു കോഡാണിത്. ഓക്കെ, കോഡാണിത്. ഞാൻ ഇവിടെ യൂസ് ചെയ്തേ ഉള്ളൂ. ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്ക് നമുക്ക് ആദ്യം തൊട്ട് കാണിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ എന്നോട് ചോദിച്ചു ഗീവ് ദ ക്വസ്റ്റ്യൻ ടു ChatGPT. ഞാൻ പറയാണ് ഹൂ ഈസ് ദ president of India now. ടൈപ്പ് ചെയ്തു. ഐ തിങ്ക് എന്തെങ്കിലും എറർ ഉണ്ടാവണം. നെറ്റിന്റെ എന്തോ ഒരു പ്രശ്നമുണ്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇത് ഓക്കെ. അപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഹഗിങ് ഫേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള മോഡൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പം ഞാൻ ഇവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കോഡായിരുന്നു യൂസ് ചെയ്തത്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇവർ ആൻസർ തരുന്ന രീതിയിലുള്ള ChatGPT പോലുള്ള ഒന്നുകൂടെ ടൈപ്പ് ചെയ്യാൻ നോക്കാം. വരുന്നുണ്ട്. ഹൂ ഈസ് ദ ഓക്കെ. യെസ്. സോ ഓക്കെ, ആസ് ഓഫ് നമുക്ക് ChatGPT ആൻസർ വരുന്ന പോലെ തന്നെ ആസ് ഓഫ് മൈ ലാസ്റ്റ് അപ്ഡേറ്റ് ഇൻ ജൂലൈ 2024 പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ദ്രൗപദി മുർമു. സി, നമുക്കൊരു ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇത് ഏറ്റവും മുന്നേ ഇത് ഹഗിങ് ഫേസ് എന്ന് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഒരു ടൂളില് യൂസ് ചെയ്തിരുന്ന ഒരു മോഡലാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ChatGPT പോലെ ഒരു മോഡലാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത്. എനിക്ക് ഇവിടെ ഫൈനലായിട്ട് ആൻസർ കിട്ടി. സി, ഇത്രയും സിമ്പിൾ ആയിട്ട് തന്നെ നമുക്കൊരു വളരെ ചെറിയൊരു കാര്യം കൊണ്ട് തന്നെ നമുക്കൊരു ഫൈനൽ ChatGPT പോലൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പം വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു സെഷൻ കഴിഞ്ഞ് ഇനി എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ജനറേറ്റീവ് മോഡൽസ് എന്താന്ന് പഠിച്ചു, അതിൽ റാഗിനെ കുറിച്ച് പറഞ്ഞു, LLMs നെ കുറിച്ച് പറഞ്ഞു, കുറെ ബേസിക് കാര്യങ്ങൾ നമ്മളിപ്പോ കവർ ചെയ്തിട്ടുണ്ട്. ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനുള്ള ആൻസർ ആണിത്. സോ ഹഗിങ് ഫേസ് എക്സ്പ്ലോർ ചെയ്യുക, പുതിയ പുതിയ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഒരു മോഡൽ വർക്ക് ചെയ്യുന്നതെന്നും അതിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ കുഞ്ഞു കുഞ്ഞു പ്രൊജക്ട്സ് ഉണ്ടാക്കി ചാറ്റ് ബോട്ടോ ChatGPT പോലെ എന്തെങ്കിലും ടൂൾസ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. സിമ്പിൾ ആണ്, ഒരു വലിയ പണിയൊന്നും ഇല്ല. പക്ഷെ അത് വൺസ് നിങ്ങൾ ആ ഒരു കാര്യം പഠിച്ച് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നേ. ഓക്കെ, സോ കറക്റ്റ് സമയത്ത് തന്നെ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എന്റെ കോൺടാക്ട് ക്രെഡൻഷ്യൽസ്. ഇതൊക്കെയാണ്. എന്റെ ലിങ്ക്ഡിൻ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാം. ഞാൻ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഞാൻ എന്താണെങ്കിലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത്. 1 അവറിൽ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 1 അവറിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും ടോപ്പിക്സ് ഞാൻ നോക്കിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന SUCT പാല കോർഡിനേറ്റേഴ്സിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സെഷൻ ബോറടിപ്പിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ താങ്ക് യു സ്റ്റുഡൻസ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ പിന്നെ ചോദിച്ചാലും മതി. അങ്ങനെയാണെങ്കിലും. ഓക്കെ ഓക്കെ, ശരി.